ഐശ്വര്യത്തിൻ്റെയും സമ്പൽ സമൃദ്ധിയുടെയും സൗഹാർദ്ദത്തിൻ്റെയും പ്രതീകമായ ഒരു ഓണക്കാലം കൂടി വരവായി. നമസ്കാരം, ഞാൻ ബിനീഷ് തോമസ്. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിപ്പോഴുള്ളത് തൃപ്പൂണിത്തറ പൂർണ്ണത്ര ഈശ ക്ഷേത്രത്തിൻ്റെ സമീപത്താണ്, അല്ലെങ്കിൽ മുമ്പിലാണെന്ന് പറയാം. എൻ്റെ പിന്നിലായി ചരിത്രപ്രധാനമായിട്ടുള്ള ക്ലോക്ക് ടവർ നമുക്ക് കാണാം. നമുക്കെല്ലാവർക്കും അറിയാം, രാജഭരണകാലത്ത് കൊച്ചിയുടെ ഭരണസിരാ കേന്ദ്രമായിരുന്ന നമ്മുടെ തൃപ്പൂണിത്തറയിൽ നിന്നായിരുന്നു ഭരണം മുഴുവൻ നടന്നുകൊണ്ടിരുന്നത്. തൃപ്പൂണിത്തറയിലെ അത്തച്ചമയ ആഘോഷം നൂറ്റാണ്ടുകളോളം പഴക്കമുള്ളതാണ്. രാജഭരണകാലം എന്നുവരെയുണ്ടോ അന്ന് വരെ അത് തുടർന്നു പോകുന്നു. നമ്മുടെ സ്വാതന്ത്ര്യലബ്ധിക്ക് ശേഷം 61-ൽ നമ്മുടെ ഒരു സാംസ്കാരിക പരിപാടിയുടെ ഭാഗമായി വീണ്ടും അത് ഗവൺമെന്റ് ഏറ്റെടുത്ത് നടത്തുകയുണ്ടായി. നമ്മുടെ കേരളത്തിൽ കണ്ടുവരുന്ന സാംസ്കാരിക പരിപാടികളിൽ ഏറ്റവും കൂടുതൽ ജനപങ്കാളിത്തമുള്ള ഒരു പരിപാടി എന്ന് തന്നെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ തൃപ്പൂണിത്തറ അത്തച്ചമയത്തെ പറയാം. ഈ വർഷം അത്തച്ചമയത്തിന് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട്. ഈ വർഷത്തെ അത്തച്ചമയ ആഘോഷങ്ങൾക്ക് വിളംബരമായിട്ട് കായിക താരങ്ങളുടെ ഒരു ഓട്ടം, വിളംബര ഓട്ടം കൂടി സംഘടിപ്പിക്കപ്പെടുന്നു. ഈ ഓട്ടത്തിൽ പെർഫോം ചെയ്യാനായിട്ട് വന്നിരിക്കുന്ന കായിക താരങ്ങൾ റോയൽ റണ്ണേഴ്സ് ക്ലബ് തൃപ്പൂണിത്തറയുടെ കായിക താരങ്ങളാണ്. ഞാനും അതിനോടൊപ്പം ചേരുകയാണ്. ആ ഓട്ടത്തോടൊപ്പം പോകുന്ന അനൗൺസ്മെന്റ് വാഹനത്തിൽ ഇതിനകമ്പടിയായി അനൗൺസ്മെന്റുമായിട്ട് ഞാനും കൂടും. ഈ അത്തച്ചമയ ആഘോഷങ്ങളുടെ വിശേഷങ്ങൾ അല്ലെങ്കിൽ അതിന്റെ കാര്യങ്ങളെല്ലാം നിങ്ങളെ കാണിക്കുന്നതിന് വേണ്ടി ഒരു വീഡിയോയുമായിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത്. നിങ്ങൾ എല്ലാവരും പൂർണ്ണമായിട്ട് വീഡിയോ കാണുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, മറ്റുള്ളവരിലേക്ക് എത്തിക്കുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ആവശ്യമാണെന്ന കാര്യം ഓർമ്മിപ്പിക്കുന്നു. നമ്മുടെ റോയൽ റണ്ണേഴ്സ് ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ ഏതാനും കായിക താരങ്ങൾ വിളംബര ഓട്ടവുമായി ഈ വാഹനത്തിന് തൊട്ടു പിന്നാലെ കടന്നു വരുന്നു. ആഘോഷത്തോടൊപ്പം ആരോഗ്യമെന്ന വലിയ സന്ദേശം ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് 75 വയസ്സ് വരെ പ്രായമുള്ള കായിക താരങ്ങൾ ഇതാ ഈ നഗരഹൃദയത്തിന്റെ വിരിമാറിലൂടെ കടന്നു വരികയായി. പൊന്നിൻ ചിങ്ങമാസത്തിന്റെ സ്നേഹത്തിന്റെ സന്ദേശം അറിയിച്ചുകൊണ്ട് ഏതാനും കായിക താരങ്ങൾ വിളംബര ഓട്ടവുമായി ഈ വാഹനത്തിന് തൊട്ടു പിന്നാലെ കടന്നു വരുന്നു. ഇന്ത്യക്ക് അടുത്ത നിരക്കുമായി
വിളംബരം ഓട്ടമായി ഈ വാഹനത്തിന് തൊട്ട് പിന്നാലെ കടന്നു വരികയായി. ആഘോഷത്തോടൊപ്പം ആരോഗ്യവുമെന്ന വലിയ സന്ദേശം ഉറപ്പ് പ്രഖ്യാപിച്ചുകൊണ്ട് തൃപ്പൂണിത്തുറയുടെ കായിക താരങ്ങളിതാ പൊന്നോണക്കാലത്തിന് മുന്നോടിയായി ലോകശ്രദ്ധ ആകർഷിച്ച തൃപ്പൂണിത്തറ അത്തം ഘോഷയാത്ര ഇതാ കടന്നു വരികയായി. ആരോഗ്യം ആഗ്രഹിക്കുന്ന ഏതൊരു വ്യക്തിക്കും പരിശീലനം നടത്താൻ ഉള്ള സൗകര്യം ചെയ്തു കൊടുക്കുന്ന ഒരു ക്ലബായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. ആഘോഷത്തോടൊപ്പം ആരോഗ്യം. അത്തം ഘോഷയാത്രയ്ക്ക് വിളംബര ഓട്ടവുമായി ക്ലബിന് എല്ലാവിധ ആശംസകളും. താങ്ക് യു. ഹാപ്പി ഓണം. ഹാപ്പി ഓണം. എനിക്ക് നിങ്ങളോട് ഓടാൻ പറ്റിയില്ല, അതിൻ്റെ എക്സ്പീരിയൻസ് ഒന്നുമില്ല. പക്ഷേ ഇത് ആക്ച്വലി ഞാനിത് ഇതിന് വരണമെന്ന് പറഞ്ഞപ്പോൾ തന്നെ ഇതിൻ്റെ ഒരു ഹിസ്റ്ററിയെക്കുറിച്ച് ഒരു ചെറിയ പഠനം നടത്തിയപ്പോഴാണ് ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയത്. സത്യത്തിൽ ഇത് കൊച്ചിയുടെ ഭരണസ്ഥിരാ കേന്ദ്രമായിരുന്നു തൃപ്പൂണിത്തറ. തൃപ്പൂണിത്തറ ഒരു തുറമുഖമായിരുന്നു എന്ന് പറയപ്പെടുന്നു. ഇവിടുത്തെ ഈ ഭരണപരമായിട്ടുള്ള ഒരു ചടങ്ങായിരുന്നു ഇത്. പണ്ട് രാജാവിൻ്റെ നേതൃത്വത്തിലുള്ള ഒരു ഭയങ്കര ചടങ്ങാണത്. അതിനെക്കുറിച്ചൊന്നും ഇപ്പോൾ പറയുന്നില്ല. ഇത്രയും വലിയൊരു പരിപാടിക്ക് മൈക്ക് കൈ കിട്ടിയതിൽ ഭയങ്കര സന്തോഷം. നിങ്ങളെ ഇതിന് എന്നെ ഉൾപ്പെടുത്തേണ്ട യാതൊരു കാര്യമില്ല. സത്യത്തിൽ ചേട്ടൻ എന്തോ എന്നെ വിളിച്ചതിന് നന്ദി അറിയിക്കുന്നു. ആദ്യമായിട്ടാണ് ഞാൻ ഈ പരിപാടി കാണുന്നത്, അത്തം. അങ്ങനെ ഇത് കാണാൻ പറ്റി. എല്ലാം കൊണ്ട് നമ്മൾ വരത്തില്ല. അപ്പോൾ എന്തായാലും താങ്ക് യു. സൂപ്പർ പരിപാടിയായിരുന്നു. ഇങ്ങനെ കുറച്ച് ജനകീയമായ പരിപാടികളും കൂടെ നമ്മുടെ ഓട്ടത്തിനോടൊപ്പം സംഘടിപ്പിക്കണം. എന്നാലും ആൾക്കാർക്ക് കുറച്ചൊക്കെ എക്സൈറ്റ്മെൻറ്റും കുറച്ച് കൾച്ചർ നോളജും ഒക്കെ ഉണ്ടാകത്തുള്ളൂ. നമ്മുടെ കൾച്ചർ നമ്മൾ അറിയണം. നമ്മൾ വിദേശത്തെ കാര്യമൊക്കെ കഥയൊക്കെ ഒത്തിരി പറയും. നമ്മുടെ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ എല്ലാവരും അറിയട്ടെ. ഇങ്ങനെയുള്ള പരിപാടികൾക്ക് ഇനിയും കൂടുതൽ നേതൃത്വം വഹിക്കാൻ റോയൽ റണ്ണേഴ്സ് ക്ലബിന് കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. എന്നെ വിളിച്ചതിന് പ്രത്യേകം രാജിയേട്ടന് നന്ദി. നൂറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ളൊരു പരിപാടിയാണ് ഈ നടന്നുകൊണ്ടിരിക്കുന്നത്. ഞാൻ മുമ്പ് പറഞ്ഞ കണക്ക് രാജഭരണ കാലം വരെ അത് വളരെ കൃത്യമായിട്ട് നടന്നിരുന്നു. അത് കഴിഞ്ഞ് ഇതിനെ സാംസ്കാരിക പരിപാടിയാക്കി ഗവൺമെൻറ് മാറ്റിയെടുത്തു. 1960 ശേഷം നിരന്തരമായിട്ട് ഇതൊരു സാംസ്കാരിക പരിപാടിയായിട്ട് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്.
നിങ്ങൾ കണ്ടു കാണും എത്രയോ കിലോമീറ്റർ ദൂരത്തിലാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പരിപാടികൾ നടക്കുന്നത്. തൃപ്പൂണിത്തറ നഗരം ചുറ്റി ഇത് തിരിച്ച് നമ്മൾ സ്റ്റാച്യു ജംഗ്ഷനിൽ എത്തുമ്പോഴാണ് ഇത് കംപ്ലീറ്റ് ആവുന്നത്. ഇതിനെക്കുറിച്ചൊന്ന് പഠിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ കൊച്ചി രാജ്യത്തിൻ്റെ തലസ്ഥാനമായിരുന്നു തൃപ്പൂണിത്തറ. തൃപ്പൂണിത്തറയുടെ പേര് തന്നെ നോക്കണം, തിരുപ്പൂണിത്തുറ എന്നാണ്. അതായത് ഒരു കൊച്ചി നഗരത്തിൻ്റെ സ്വർണ്ണശിലാകേന്ദ്രം എന്ന് മാത്രമല്ല, തൃപ്പൂണിത്തുറ ഒരു തുറമുഖ നഗരം കൂടിയായിരുന്നു. പൂണിത്തുറ എന്ന് പറഞ്ഞാൽ തുറമുഖ നഗരം, പൂണി എന്ന് പറഞ്ഞാൽ കപ്പലെന്നാണ്, തുറയെന്ന് പറഞ്ഞാൽ തുറമുഖം, അങ്ങനെ ഒരു തുറമുഖ നഗരം കൂടിയായിരുന്നു. അപ്പോൾ അന്നത്തെ കാലത്ത് രാജാവ് സർവ്വ അലങ്കാര വിഭൂഷിതനായി അദ്ദേഹത്തിൻ്റെ സേനാ അംഗങ്ങളോടൊക്കെ ഒപ്പം ചേർന്നുകൊണ്ടാണ് ഈ ഒരു നഗരപ്രദക്ഷിണം നടത്തിക്കൊണ്ടിരുന്നത്. പുന്നത്തറ ഈശ്വരൻ്റെ അമ്പലത്തെക്കുറിച്ചും ഒക്കെ ആ കാലത്ത് അതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചൊക്കെ അതിനകത്ത് പറയുന്നുണ്ട്. അപ്പം ഇത് ഭയങ്കര ചരിത്രപരമായിട്ട് ഭയങ്കര പ്രത്യേകതകളുള്ളൊരു സംഭവമാണ്. അന്നത്തെ ആ പരിപാടി നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റുവാണെങ്കിൽ നമ്മുടെ ഇന്നത്തെ റിപ്പബ്ലിക് ദിന പരേഡ് പോലുള്ളൊരു പരിപാടിയാണ് അന്ന് ഇത് നടന്നുകൊണ്ടിരുന്നത്. അപ്പോൾ എന്തായാലും ഈ പരിപാടിയുടെ വിശേഷങ്ങളെല്ലാം നിങ്ങൾ കണ്ടു. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഇനി മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ ബൈ.